ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് കേട്ടോ. നോമ്പിന് നമ്മളാരും ഭക്ഷണങ്ങൾ നേരത്തെ ഒന്നും ഉണ്ടാക്കില്ല, പക്ഷെ ഞാൻ രാവിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് പിന്നെ വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പൊരിക്കടികളും മറ്റുമാണ് കേട്ടോ വീഡിയോ എടുക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 5 ബണ്ണുള്ള ഒരു ബണ്ണിൻ്റെ പാക്കറ്റും ഉണ്ട്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ഈ ബണ്ണുണ്ടല്ലോ, ഒരു 5 ബണ്ണല്ലേ ഉള്ളത്, അപ്പോൾ അത് വെച്ച് ഒരു തട്ടിക്കൂട്ട് ബർഗറും ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് കുറച്ച് വല്യുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്നാക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല, കറിക്കും എല്ലാത്തിനും കൂടിയുള്ള ഉള്ളി അങ്ങോട്ട് തൊലിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അതെല്ലാം കൂടെ ഞാൻ കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. മൊത്തം ഞാൻ സ്ലൈസ് ആക്കിയിട്ട് തന്നെ എടുക്കണുള്ളൂ, ചോപ്പ് ചെയ്ത് വേറെ ആക്കിയൊന്നും വെക്കണില്ല. എല്ലാം കൂടെ ഒരുപോലെ അങ്ങോട്ട് സ്ലൈസ് ആക്കി മുഴുവൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ മൊത്തം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ എൻ്റെ ചെറിയ മോന് ഭയങ്കര കരച്ചിലായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണും ക്യാമറ ഓഫ് ചെയ്തിട്ടൊക്കെ പോയി വരുന്നതുകൊണ്ട് തന്നെ ചിലതൊക്കെ കട്ടിങ് മിസ്സായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവിടെ മാറ്റി വെച്ച്. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ആകെ ഉള്ളത് 1 കിലോ ചിക്കനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഇനി നല്ല കഷ്ണം നോക്കി സ്നാക്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം അതിലുള്ള പാർട്സൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. നന്നാക്കി എടുത്തതിന് ശേഷം ഞാൻ ശരിക്കും കഴുകി എടുക്കട്ടെ. ഒരു 3-4 തവണ ആയിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെന്താ പറയുക, ഓട്ടച്ചട്ടി എന്നാ കൊളാൻഡർ എന്നാ ഒക്കെയാണല്ലോ പേര്, അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം ഞാൻ 2 സ്നാക്സിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം നല്ല ചിക്കൻ നോക്കിയിട്ട് നല്ല കഷ്ണം എല്ലില്ലാത്തത് നോക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് എല്ലൊക്കെ ഉണ്ട്, നല്ല അതൊക്കെ പിച്ചിടുന്ന സമയത്ത് ഒഴിവാക്കിയല്ലോ. അപ്പം ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത് 3ഉം ചേർത്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയും, പക്ഷേ ഇത് ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ കറിക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കുക്കർ വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കൻ ഞാനൊരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കണ ഈ കറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാതെ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടൊരു ചിക്കൻ കറി ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ വല്ലാതെ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ആ മൺചട്ടിയിലിട്ട് ഞാൻ അതിൻ്റെ ഫ്ലെയിം ബർണറുകളൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട്, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഞാൻ ഉള്ളി വഴറ്റിയെടുക്കാനുള്ളൊരു പാന് ചൂടാക്കാൻ വെച്ചു. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി കുറച്ച് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും ഞാൻ ഉള്ളി മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പൊതുവേ സ്നാക്സ് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരേ മസാലകളൊക്കെ തന്നെയാണ് ഉണ്ടാക്കൽ. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുക, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മസാല ഏതാണോ അത് തന്നെ പിന്നെ യൂസ് ചെയ്യലാണ് കേട്ടോ. മക്കൾക്കും തന്നെ ഒരുപാട് എരിവൊന്നും പാടില്ല, അങ്ങനത്തെ ഒരു സ്നാക്സുകളൊക്കെയാണ് ഇഷ്ടം. അപ്പം അതിനനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ചതക്കി വെച്ചിട്ടുള്ളത്. ഓരോന്നിക്കും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ഞാൻ ഈ വഴറ്റിയെടുക്കണ ഇത് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. അതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ വഴറ്റാതെ ഉണ്ടാക്കുന്നത്, അതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അപ്പം തന്നെ തീ കൂടുന്നുണ്ട്. 2നും ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലും ഞാൻ മസാല ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ലേശം ഇടും. ലേശം എന്ന് വെച്ചാൽ 1 ടീസ്പൂണൊക്കെ. അതുപോലെ മുളക് പൊടി ഞാൻ അതിൽ യൂസ് ചെയ്യില്ല, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്. അങ്ങനെ 4 മസാലയാണ് അതിലിട്ടുള്ളത്: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. അപ്പോൾ ഈ ചിക്കൻ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് ഞാൻ ആ കറിക്ക് ഒഴിച്ചെടുത്തിട്ട് ചിക്കനെ നന്നായിട്ടൊന്ന് പിച്ചെടുത്തിരുന്നു. അതും ഞാൻ മുഴുവനായിട്ട് ഇതിലിട്ടിട്ടില്ല, അത് സാൻഡ്വിച്ചാണെന്ന് പറഞ്ഞല്ലോ. ഇനി തട്ടിക്കൂട്ട് ബർഗറിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി ചിക്കൻ അവിടെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. കൈ കൊണ്ട് പിച്ചെടുത്തിട്ടുള്ളതാണ്, മിക്സിൻ്റെ ജാറിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നേരത്തെ ഉള്ളി കട്ട് ചെയ്ത് വെച്ച പോലെ തന്നെ ഞാൻ ചപ്പും ഒരുപാട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2ക്കും ഞാൻ കുറച്ച് വീതം ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഉള്ളിക്ക് ഞാൻ ബാക്കിയുള്ള ചപ്പും ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ പക്കവട ഉണ്ടല്ലോ, പക്കവടൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്.
പക്കവടക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വലിയ തിക്കാവാനും പാടില്ല. അപ്പോൾ ആ ലെവലിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോകണ്ട കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല, കുറച്ചെടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഇത് ഇത്രയും മതിയാവും. ഇനി അടുത്തായിട്ടുള്ള സ്നാക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കാലുണ്ടല്ലോ, അതിന് ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ് എന്നൊക്കെയാണ് പേര്. മസാല നമ്മൾ എന്തിടണോ അതുപോലെയാണ്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ ലേശം മുളക് പൊടി, പിന്നെ ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് സോയാ സോസ്, പിന്നെ 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, പക്ഷെ ഞാനിത് പുറത്ത് തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് അതിൽ പിടിച്ചും ചെയ്തോളും ഈ സമയം കൊണ്ട് തന്നെ. ഞാൻ 4 സ്നാക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാത്തിനുള്ള മസാല റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ചെറിയ മോന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവനെ ഉറക്കിയിട്ടൊക്കെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 3 പൊട്ടാറ്റോ ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടെ ഈ ചിക്കൻ്റെ ലെഗിൻ്റെ പീസ് ഉണ്ടല്ലോ അതിലിട്ട് കൊടുത്തത്. അതുപോലെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിക്ക് ഞാൻ ബാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പൊടിച്ചതുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ സാൻഡ്വിച്ചിന് ഇട്ടതിൻ്റെ ബാക്കി. പിന്നെ കുറച്ച് ചപ്പും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതും ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് എല്ലാം ചതക്കിയതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് തട്ടിക്കൂട്ട് ബർഗറിനുള്ള പാറ്റിയാണ്. പാറ്റിയൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷേ ഇത് നമ്മളായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്, അത്രേ ഉള്ളൂ. ഒരുപാട് മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തേ ഉള്ളൂ. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബോൾസ് ആക്കി എടുത്തിട്ട് ഒന്ന് പരത്തി മാറ്റി വെക്കാം. വീഡിയോയിൽ പെട്ടെന്ന് കാണുന്നുള്ളത് ഇതൊരു 2-2.5 മണിക്കൂറിൻ്റെ അധ്വാനമാണ് ഈ സ്നാക്സ് ഉണ്ടാക്കലൊക്കെ. ഞാൻ സാധാരണ ഇഫ്താറിന് ഇത്ര 4 വിഭവങ്ങളൊന്നും ഉണ്ടാക്കൂല കേട്ടോ. 4-ത് ഫസ്റ്റത്തെ നോമ്പല്ലേ, അത് വിചാരിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഉണ്ടാക്കിയതാണ്. അതുപോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ 4 ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സാൻഡ്വിച്ചിനുള്ള മസാല ഇവിടെ റെഡിയാക്കി വെച്ചിന്. അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടല്ലോ ലോലിപോപ്പ് എന്ന് പേര് പറയുമ്പോൾ തന്നെ എനിക്ക് നാണക്കേടാണ്. കാരണം സാധാരണ ഈ കിട്ടുന്ന മസാലയൊന്നും അല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നാലും അതിൽ ക്യുമിൻ സീഡ് ഇല്ല, നമ്മളെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അത് ഇടുമ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും കേട്ടോ, എനിക്കെപ്പോഴും തോന്നിയാണ്. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചാണ്. അതിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്താണ് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ട് മൈദ പശയാക്കി വെക്കുമല്ലോ. മൈദ പശ ഉണ്ടാക്കണമൊക്കെ എല്ലാവർക്കും അറിയില്ല. ലേശം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കൽ. അത് ഈ ബ്രെഡിൻ്റെ 4 വശത്തും ആക്കിയിട്ട് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉള്ളിൽ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബർഗർ പാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പക്കവടൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഫ്രൈ ചെയ്യണതാണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ചെറിയ ജോലികളും കുട്ടിക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ആദ്യം വെച്ചിട്ടുള്ളത് ലെഗ് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ലോലിപോപ്പിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് പക്കവടയും പൊരിച്ചെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കോരി അവിടെ മാറ്റി വെക്കാം. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഉണ്ടാക്കാൻ പോണത് ബർഗർ പാറ്റി ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അവിടെ വെച്ച് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കൂടെ ചെയ്യുന്നത്. ഓരോ പണിയും ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് 2 പരിപാടികൾ ഒരുമിച്ചാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ പാന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിൽ ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബണ്ണുണ്ടല്ലോ അതിനെ നെടുകെ കീറിയതിന് ശേഷം കമഴ്ത്തി വെച്ചെടുത്തൊന്ന് വേവിക്കണം. 2 ഭാഗം ഒന്ന് മറിച്ചും തിരിച്ചിട്ടെടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കുള്ളൂ. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആകെ 5 ബർഗറാണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നും ഇത് അതുപോലെ ബണ്ണിൽ തേച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഈ സമയത്ത് തന്നെ നേരത്തെ അവിടെ നമ്മൾ ചിക്കൻ ലെഗ് റെഡിയാക്കിയ എണ്ണ ഉണ്ടല്ലോ അത് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പക്കവടൻ്റെ മാവ് ലേശം ഇട്ട് കൊടുത്ത് വേവിക്കുകയാണ്. അപ്പോൾ ബർഗറിന് വേണ്ടിയിട്ടുള്ള ബണ്ണൊക്കെ അവിടെ റെഡി ആയിട്ട് ഇനി അടുത്തത് പക്കവട ഉണ്ടാക്കലാണ് കേട്ടോ. അത് ഞാൻ കുറച്ചായിട്ട് മാവ് ഇട്ട് കൊടുത്ത് നല്ലോണം തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് 3 ട്രിപ്പായിട്ടാണ് ഞാൻ ഈ പക്കവട വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പക്കവട വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ. അതിൻ്റെ കൂട്ടത്തിലൊന്ന് പറയണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇനി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ആ നേരത്തെ ബണ്ണ് ചൂടാക്കി അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബർഗർ പാറ്റിയൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാമെന്നേ ഉള്ളൂ. അതിൽ എല്ലാം വെന്തിട്ടുള്ളതാണല്ലോ, ചിക്കൻ ആയാലും ഉരുളക്കിഴങ്ങ് ആയാലൊക്കെ വേവിച്ചിട്ടുള്ളതിനായതുകൊണ്ട് ഒരുപാട് വേവിക്കാനില്ല. അപ്പോൾ പക്കവട ഞാൻ ഇവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 1 ട്രിപ്പായിട്ടുണ്ട്. ഇനി 2 ട്രിപ്പും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബർഗർ പാറ്റി ഇവിടെ വെന്തിട്ടുണ്ട്, 1 ട്രിപ്പ് ആയിട്ടുണ്ട്.
ഇതിൽ വേണമെങ്കിൽ ബ്രെഡ് പൊടിയൊക്കെ ചേർക്കാം. ഞാൻ അത്രയും ചേർത്തിട്ടില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. ഞാൻ നേരത്തെ ഇട്ട് വെച്ച് അതേ പാത്രത്തിൽ തന്നെ കോരി എടുക്കുന്നുണ്ട്. ഒരുപാട് പാത്രമൊന്നും കഴുകാനാക്കണ്ട വിചാരിച്ചിട്ട് എളുപ്പ പരിപാടിയാണ്. ഇനി ബാക്കിയുള്ള 2 കൂടെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് രണ്ടാമത്തെ ട്രിപ്പ് പക്കവടയും ഇവിടെ ആയിട്ടുണ്ട്. ഒരേ സമയം നമ്മൾ ഒരുപാട് പണികൾ ചെയ്തു തീർത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ ബർഗർ പാറ്റിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5 റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാനവിടെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ബർഗറാക്കി സെറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ബർഗറിന് വേണ്ടിയിട്ട് ഈ ബണ്ണിൽ ഞാൻ കുറച്ച് തക്കാളി സോസ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. മയണൈസ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം, പക്ഷെ മയണൈസ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല, ഇപ്പം ടൈം കുറേ വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ തക്കാളി സോസ് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബർഗർ പാറ്റി ഉണ്ടല്ലോ, അത് ചൂടോടെ തന്നെ വെക്കണം, എന്നാലേ അതിൻ്റെ മേലെ ചീസിൻ്റെ സ്ലൈസ് വെക്കുമ്പോൾ അത് മെൽറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ആ ചീസിൻ്റെ സ്ലൈസും ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലായിട്ട് അതിന് മൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബണ്ണിൻ്റെ തന്നെ പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ ചെറിയൊക്കെ ഈർക്കിൾ വെച്ച് വല്ല ഭംഗിക്ക് കുത്തിയൊക്കെ എടുക്കുക. എനിക്കതിനുള്ള സമയമില്ല, മെനക്കെടാനും വയ്യ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്ത് 5 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ബർഗറിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 സ്നാക്കും റെഡി ആയിട്ടുണ്ട്. ബർഗറായി, അതുപോലെ പക്കവടായി, ചിക്കൻ ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ചാണ്. അപ്പോൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള അച്ച് ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ശൈലിൽ നെയ്യ് തടവി കൊടുത്തിട്ടാണ് സാൻഡ്വിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. സാൻഡ്വിച്ചിൻ്റെ അച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിക്ക് വേണ്ടിയിട്ട് നെയ്യാണ് തടവി കൊടുക്കുന്നത്. നെയ്യോ ബട്ടറോ ഒക്കെ ഇഷ്ടമുള്ളത് തടവി കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്കാണ്, ഉള്ളിൽ പിടിച്ചൊന്നുമില്ല. പക്ഷേ ഞാൻ തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാൻഡ്വിച്ചിൻ്റെ മേലെ ഡ്രൈ ആയി കിടക്കുന്നതിനേക്കാളും നല്ലത് നെയ്യോ ബട്ടറോ ഒക്കെ ഉണ്ടാകണമല്ലേ, ഒരു ടേസ്റ്റ് ഏറെ ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനത് നെയ്യ് തടവിൻ്റെ ശേഷം ബ്രെഡ് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. 2 ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. ഒരുപാട് സമയം വെക്കണ്ട, അപ്പോൾ അടി കരിഞ്ഞു പോവും. അപ്പോൾ ലേശം വെച്ചിട്ട് അപ്പുറം മാറി വെച്ച് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചെടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും വേവിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചിരുന്നില്ല. ഇത് ലാസ്റ്റത്തെ സ്നാക്കാണല്ലോ. അപ്പോൾ ഈ സാൻഡ്വിച്ചും കൂടെ വേവിച്ചെടുത്ത് എൻ്റെ പരിപാടിയൊക്കെ കഴിയും. അപ്പം 4 വിധം സ്നാക്കും അതുപോലെ 2 ജ്യൂസ്, ഒന്ന് ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസും ഒന്ന് സ്ട്രോബെറി ജ്യൂസുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് വത്തക്കയും അതുപോലെ ആപ്പിളും ബുർത്തുക്കാലും ഒക്കെയാണ് കേട്ടോ. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നമുക്ക് ഫ്രൂട്ട്സാണ് തിന്നുന്നത് നല്ലതും, അതുപോലെ തിന്നാൻ കഴിയുന്നതും ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ. വെറുതെ സ്നാക്കൊക്കെ ഉണ്ടാക്കിയാലും മക്കൾ തിന്നുമെങ്കിലും നല്ലതൊന്നുമല്ല, ഹെൽത്തി ആവുന്നതെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കും, കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ സാൻഡ്വിച്ചും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സ്നാക്കും കൂടെ ഒരുമിച്ചൊന്ന് കണ്ടാലോ. അപ്പോൾ സാൻഡ്വിച്ച് ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ജ്യൂസാണ് സെർവ് ചെയ്യാനുള്ളത്. ഇതാണ് സ്ട്രോബെറി ജ്യൂസ്. അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും സമയം നമ്മൾ കണ്ടെത്തണമല്ലോ. പിന്നെ അടുത്തതായിട്ട് ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസാണ്. ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയൊന്നും ഇടൂലല്ലോ. ഈത്തപ്പഴം തന്നെ മധുരത്തിനുള്ളതുകൊണ്ട് തന്നെ അത് ഹെൽത്തിയാണ്. പാലും ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജ്യൂസൊക്കെ റെഡിയായി. ഫ്രൂട്ട്സ് ആയിട്ട് ബുർത്തുക്കാലും ആപ്പിളും അതുപോലെ തന്നെ വത്തക്കയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സ്നാക്ക് ഇതൊക്കെയാണ് കേട്ടോ. സാൻഡ്വിച്ച്, ബർഗർ, അതുപോലെ ചിക്കൻ ലോലിപോപ്പ്, കൂടെ നമ്മളെ പക്കവടയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.